പെരുമ്പാവൂർ താന്നിപ്പുഴ സെന്റ് ജോസഫ് പള്ളിയിൽ കുർബാന അർപ്പണത്തെ ചൊല്ലി തർക്കമുണ്ടായിട്ടുണ്ട്. സിനഡ് നിർദ്ദേശപ്രകാരമുള്ള ഏകീകൃത കുർബാന ചൊല്ലണമെന്ന ഒരു നിർദ്ദേശം ഒരു വിഭാഗം എതിർത്തതാണ് ഈ തർക്കത്തിന് കാരണമായത്. എന്താണെങ്കിലും പോലീസ് എത്തി സ്ഥിതിഗതികളൊക്കെ ശാന്തമാക്കിയിട്ടുണ്ട്. ആദ്യം നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക്. ശ്യാം, ഈ കുർബാന അർപ്പണവുമായി ബന്ധപ്പെട്ട തർക്കം അത് ഇങ്ങനെ തുടരുകയാണല്ലോ വിവിധ പള്ളികളിലായിട്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ക്രിസ്മസ് സമയത്ത് ചിറ്റൂർ സെന്റ് തോമസ് പള്ളിയിലും നമ്മൾ കണ്ടതാണ് ഇത്തരത്തിൽ ജനാഭിമുഖ കുർബാനയ്ക്കെതിരെ ഒരു വിഭാഗം രംഗത്തെത്തിയതും പിന്നീട് അവരെ ശാന്തരാക്കിയ നടപടിയൊക്കെ നമ്മൾ കണ്ടതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ പെരുമ്പാവൂരും ഇത്തരത്തിലൊരു തർക്കം ഉണ്ടായിരിക്കുന്നത്. നിലവിൽ എന്താണ് അവിടെ സ്ഥിതിഗതികളൊക്കെ ശാന്തമായോ? വിശ്വാസികൾ എന്താണ് ഈ വിഷയത്തിൽ പറയുന്നത്? അങ്കമാലി അതിരൂപതയിലെ ചില പള്ളികളിൽ ഇത്തരത്തിൽ കുർബാന അർപ്പണവുമായി ബന്ധപ്പെട്ട തർക്കം നിലനിൽക്കുന്നുണ്ട്. അത്തരത്തിലുള്ള തർക്കമാണ് ഈ താന്നിപ്പുഴ സെന്റ് ജോസഫ് പള്ളിയിലും ഉണ്ടായത്. കുർബാന ചൊല്ലുന്നതിനെ തൊഴിൽ ഈ തർക്കത്തിൽ പുതിയ രീതിയിലുള്ള കുർബാന, അതായത് ഏകീകൃത കുർബാന ചെല്ലണമെന്ന 4-ലധികം പേർ നിലപാട് സ്വീകരിക്കും. എന്നാൽ പഴയ രീതിയിലുള്ള കുർബാന മതിയെന്നായിരുന്നു ഭൂരിഭാഗം ആളുകളുടെയും ആവശ്യം. ഇത് പിന്നീട് തർക്കമായി. ഏകദേശം ഒരു അരമുക്കാൽ മണിക്കൂറോളം ഈ തർക്കം നീണ്ടു. 6:30 തുടങ്ങേണ്ട കുർബാന പിന്നീട് തർക്കത്തെ തുടർന്ന് മാറ്റുകയായിരുന്നു. ഈ ഫാദർ തോട്ടുകര, അതായത് ആ പള്ളിയുടെ വികാരിയാണ്, അദ്ദേഹവും ഇത്തരത്തിൽ ഈ പുതിയ കുർബാനയെ അനുകൂലിക്കുന്ന ആളാണ്. പക്ഷെ എങ്കിൽ പോലും ഈ ഒരു തർക്കം ഉണ്ടായതിനെ തുടർന്ന് പിന്നീട് ഒരു കയ്യാങ്കളിയിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായപ്പോഴാണ് പെരുമ്പാവൂർ പോലീസ് എത്തുകയും തുടർന്ന് ഇവരെ അനുനയിപ്പിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നു. ആ ദൃശ്യങ്ങളിൽ കാണാം ഈ മൈക്കിന്റെ ഓഡിയമൊക്കെ എടുത്താണ് തല്ലാനും മറ്റുമൊക്കെ ഓങ്ങുന്നത്. എന്തായാലും തുടർന്ന് പോലീസ് എത്തി ആ ഒരു സംഘർഷഭരിതമായ സാഹചര്യം അത് ശാന്തമാക്കി. ഭൂരിഭാഗം പേരും ആവശ്യപ്പെടുന്ന തരത്തിലുള്ള പഴയ രീതിയിലുള്ള കുർബാന തന്നെ അർപ്പിക്കാമെന്ന് തുടർന്ന് അച്ഛൻ സമ്മതിക്കുകയും അതിനുശേഷം ആ രീതിയിലുള്ള കുർബാന അർപ്പണം 8:30 ആരംഭിച്ചിട്ടുള്ളത്. ശ്യാം, ഈ ജനാഭിമുഖ കുർബാന അതുപോലെ ഏകീകൃത കുർബാന സംബന്ധിച്ച തർക്കം അത് ഇങ്ങനെ നിലനിൽക്കുകയാണ്. അപ്പോൾ ഈ വിഷയത്തിൽ ഒരു പരിഹാരം ഉണ്ടായാലേ മതിയാവുകയുള്ളൂ. ഇത്തരത്തിൽ കയ്യാങ്കളിയുമായി എത്ര കാലം മുന്നോട്ട് പോകാൻ കഴിയും? ഇപ്പോൾ എന്താണ് ഈ സഭാ അധികാരികളൊക്കെ പറയുന്നത്? അവർ ഏതെങ്കിലും തരത്തിൽ ഈ വിഷയത്തിൽ ഒരു പ്രതികരണം നടത്തുന്നുണ്ടോ? നിലവിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഈ അങ്കമാലി എറണാകുളം അതിരൂപതയിൽ ഇത്തരത്തിൽ ഈ ഏകീകൃത കുർബാനയുമായി ബന്ധപ്പെട്ട് ഈ സിനഡ് അംഗീകരിച്ചതുമായി ബന്ധപ്പെട്ട് സിറിൽ വാസിലെത്തി ഇത് പറയുകയും മറ്റുമൊക്കെ ചെയ്തതാണ്. പക്ഷേ അപ്പോഴും ചില പള്ളികളിൽ ഈ തർക്കം നിലനിൽക്കുകയാണ്. ഈ പുതിയ രീതിയിലുള്ള കുർബാന ചൊല്ലണം എന്നതാണോ ശരി ശ്യാം,